ഹായ് ഫ്രണ്ട്സ്, സെൽഫ് സ്റ്റഡി PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ഇന്നു മുതൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ വീഡിയോസ് ഇടാതിരുന്നതെന്നും നമ്മുടെ കൊല്ലം LDCയെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസും അതോടൊപ്പം എൻ്റെ മാർക്കും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണേ. അതുപോലെ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ കമൻസിനും നിങ്ങളുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമുക്ക് 2024 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മെയ് 12 അന്താരാഷ്ട്ര നേഴ്സസ് ദിനം. മെയ് 12 അന്താരാഷ്ട്ര നേഴ്സസ് ദിനം. 2024 പ്രമേയം നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തി. അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ, ദ എക്കണോമിക് പവർ ഓഫ് കെയർ. 2024 രൂപം കൊണ്ട സൗരകളങ്കത്തിന് നൽകിയ പേര് AR 3664 സൺസ്പോട്ട്. AR 3664 സൺസ്പോട്ട്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയത് ചൈന. ജപ്പാനെ പിന്നിലാക്കി സൗരോർജ ഉൽപ്പാദനത്തിൽ ലോകത്തെ 3ാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ. 1ാമതെത്തിയത് ചൈന. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി ഋത ഷെർപ്പ. 29 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്. ഇന്ത്യയുടെ 85ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ശ്യാം നിഖിൽ തമിഴ്നാട് സ്വദേശിയാണ്. ഇന്ത്യയുടെ 84ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേശ് ബാബു. വനിതാ സിംഗിൾസ് റാങ്കിങ്ങിൽ ആദ്യ 25 റാങ്കിനുള്ളിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം മനിക ബത്ര. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം മാരിജ്. 2024 ജനുവരി മാർച്ച് കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ജമ്മു കാശ്മീർ. കേരളം 2ാമത്, ഏറ്റവും കുറവ് ഡൽഹി. മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനം, അന്താരാഷ്ട്ര കുടുംബ ദിനം. മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനം, അന്താരാഷ്ട്ര കുടുംബ ദിനം. 2024 ദേശീയ ഡെങ്കിപ്പനി ദിനത്തിൻ്റെ പ്രമേയം സാമൂഹിക പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം. 2024 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൻ്റെ പ്രമേയം കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും. അന്താരാഷ്ട്ര 2020 ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ബാബർ അസം, പാകിസ്ഥാൻ. മെയ് 17 കുടുംബശ്രീ ദിനം. മെയ് 17 കുടുംബശ്രീ ദിനം. ഗുണ്ടകളെ പിടിക്കാൻ സംസ്ഥാന പോലീസിൻ്റെ പരിശോധന ഓപ്പറേഷൻ ആഗ്, ആക്സിലറേറ്റഡ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഗുൺസ്. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായുള്ള പോലീസിൻ്റെ പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്. പഠനം മുടങ്ങിയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഹോപ്പ്. യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ക്ലബ്ബ് ലെവർകുസൻ, ജർമ്മൻ ക്ലബ്ബ്. 2024 മെയ്യിൽ ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി അഹ്റമത്ത്. 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി കോബെ, ജപ്പാൻ. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഉടമസ്ഥതയിൽ അക്ഷരം മ്യൂസിയം നിലവിൽ വരുന്നത് നാട്ടകം, കോട്ടയം. 2024 3ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ചത് MV ജനാർദ്ദനൻ. പെരുമലയൻ എന്ന നോവലിനാണ് പുരസ്കാരം. പുരസ്കാര തുക 25,000 രൂപ. ഓക്സ്ഫഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് ജീവിത നിലവാര സൂചികയിൽ ഇന്ത്യയിൽ നിന്നും മുന്നിൽ നിൽക്കുന്ന നഗരങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ. ആഗോളതലത്തിൽ 1ാമത് ന്യൂയോർക്ക്.
2024 മെയ്യിൽ ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 25 അടി ഉയരമുള്ള പൂർണ്ണ പ്രതിമ അനാച്ഛാദനം ചെയ്തത് വള്ളിക്കുന്നം, ആലപ്പുഴ. രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിമുകൾ ഏകീകരിക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന പോർട്ടൽ നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച്. മഹാത്മാഗാന്ധി ഇൻ്റർനാഷണൽ മിഷൻ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം.എ. യൂസഫലിക്ക്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് എന്ന പുസ്തകം രചിച്ചത് മന്ത്രി പി. രാജീവ്. സംസ്ഥാനത്ത് ആക്രി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ പാം ട്രീ. അടുത്തിടെ സൗരയൂഥത്തിന് പുറത്തു ഭൂമിക്ക് സമാനമായി നാസ കണ്ടെത്തിയ ഗ്രഹം ഗ്ലിസ് 12b. 2 ആഴ്ചയ്ക്കിടെ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി പൂർണിമ ശ്രേഷ്ഠ, നേപ്പാൾക്കാരിയാണ്. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. അടുത്തിടെ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരി ജ്യോതി രാത്രെ, ഭോപ്പാൽക്കാരിയാണ്. അടുത്തിടെ സർക്കാർ കരാർ ജോലികളിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടക. 2020 ലോകകപ്പ് ഇന്ത്യൻ ടീമിൻ്റെ ലേസൺ ഓഫീസറായി നിയമിതനായ മലയാളി സിബി ഗോപാലകൃഷ്ണൻ. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചത് ഷീല ടോമി. കേരളത്തിൽ 2024 ലോക്സഭാ ഇലക്ഷന് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര. 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യ ചുഴലിക്കാറ്റ് റിമാൽ. പേര് നൽകിയ രാജ്യം ഒമാൻ. 2024 മെയ്യിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നിരവധി പേർ മരണപ്പെട്ട ദക്ഷിണ പസഫിക് ദ്വീപ് രാജ്യം പാപ്പുവ ന്യൂഗിനിയ. തലസ്ഥാനം പോർട്ട് മോറസ്ബി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നിർത്തിയെടുത്തു നിന്ന് തന്നെയാണ് റീസ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ മെയിൽ പാർട്ട് 1 ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതായത്. അവിടെ നിന്ന് തന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് ഇനിയുള്ള എക്സാമുകൾക്കെല്ലാം കറണ്ട് അഫയേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മൾ 1K അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി എത്തുന്നവരേക്കും താങ്ക് യു ഫ്രണ്ട്സ്. ടേക്ക് കെയർ.